ഇനി 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം, UDF സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ LDF സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഭരണം നിലനിർത്തുക എന്നുള്ളത് LDF സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. UDF സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ തിരിച്ചെത്തുക എന്നുള്ള കാര്യം. BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിർണായക ശക്തിയാവുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പാർട്ടികൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതിനു മുന്നോടിയായിട്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഒരു സെമി ഫൈനൽ പോരാട്ടമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കടമ്പ കടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും പല കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ സർവേകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സർവേ റിസൾട്ട് എന്ത് തരം മാറ്റങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും വന്നിരിക്കുന്ന സർവേകൾ അടിസ്ഥാനത്തിലാണെങ്കിൽ അട്ടിമറികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 2026 കേരള അഭിപ്രായ വോട്ടെടുപ്പിൽ ഏറ്റവും പുതിയ റിസൾട്ടും നിരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് LDF ഒരു ബലഹീനതകൾ നോക്കുമ്പോഴത്തേക്കും വോട്ട് വൈബ് സർവേ അടിസ്ഥാനത്തിലാണെങ്കിൽ LDF ഭരണവിശ്വാസ്യത 27% ആണെന്നാണ് കാണിക്കുന്നത്. നേതൃത്വ പിന്തുണ പരിമിതമാണെന്നും കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ നിലവിലത്തെ മുഖ്യമന്ത്രിക്ക് 18% പേരുടെ പിന്തുണ എന്നുള്ള തരത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF പിന്തുണക്കാരിൽ 41%-ലധികം പേരും ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇത് വോട്ടർമാരുടെ അനിശ്ചിതത്വത്തെ പ്രതിഫലിക്കുന്നതാണ് എന്നും അറിയപ്പെടുന്നു. UDF ശക്തികൾ എന്ന് പറയുന്നത് 38%-ലധികം വോട്ടുകളുമായി UDF ഉയർന്ന ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് കാണിക്കുന്നു. എന്നാൽ NDA നോക്കുമ്പോഴത്തേക്കും, സ്ഥാനനിർണയം നോക്കുമ്പോൾ NDAയുടെ ഭരണവിശ്വാസ്യത 23%-ലേറെ എന്ന് കാണിക്കുന്നു. LDF UDF ധ്രുവീകരണം ദുർബലമായ മണ്ഡലങ്ങളിൽ മൂന്നാം ശക്തിയായി NDA ഉയർന്നു വരുന്നു എന്നും ഈ സർവേ പ്രകാരം കണക്കാക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ വോട്ടർമാരുടെ താഴ്ന്ന LDF വിശ്വാസ്യത, വ്യക്തമല്ലാത്ത നേതൃത്വം, ഉയർന്ന തീരുമാനമില്ലാത്ത നിരക്കുകൾ എന്നിവ സാധ്യതയുള്ള ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നഗര, അർദ്ധനഗര രാഷ്ട്രീയമായി അവഗണിക്കപ്പെട്ട പ്രദേശങ്ങൾ. ഈ സംസ്ഥാന തലത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നോക്കുമ്പോഴത്തേക്കും 47%-ലധികം വോട്ടർമാർ LDF സർക്കാരിൽ അതൃപ്തരാണെന്ന് പറയപ്പെടുന്നു. 62% പേര് പ്രാദേശിക തലത്തിൽ പുതിയ MLA ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. ഇനി മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരിൽ 28% പേർ ഒരേ പാർട്ടിയിൽ നിന്നുള്ള ഒരു പുതിയ മുഖത്തെ ഇഷ്ടപ്പെടുന്നു എന്നും പറയുന്നു. അതേസമയം 34%-ലധികം പേർ മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇഷ്ടപ്പെടുന്നു എന്നും പറയുന്നു. യുവാക്കൾ 18 മുതൽ 24, മുതിർന്നവർ 55+, സ്ത്രീകൾ എന്നിവരിൽ അതൃപ്തി കാണപ്പെടുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവ്, MLA തലത്തിലുള്ള അസ്ഥിരത, ജനസംഖ്യാപരമായ അതിർത്തി എന്നിവ ഉയർന്ന മത്സരശേഷിയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടുന്നു. ഇത് വോട്ടർമാരുടെ ഏറ്റക്കുറച്ചിലുകൾ, മൂന്നാം കക്ഷിയുടെ നേട്ടങ്ങൾ, നഗര അർദ്ധനഗര മാറ്റങ്ങൾ എന്നിവ 2026 നിർണായകമാകുന്നു എന്നും അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി സർവേ റിസൾട്ടുകൾ എത്ര സീറ്റുകളാണ് എന്ന് നോക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം, അതായത് 2 സർവേ റിസൾട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ 2 സർവേ റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒന്ന് November 5 വന്ന സർവേ റിസൾട്ട്, അതായത് LTV ന്യൂസ് ഇന്ത്യ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഇവിടെ CPIM LDF 53 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഇന്ത്യ സർവേ അടിസ്ഥാനമാക്കി. INCക്ക് 83 സീറ്റുകളും പറഞ്ഞിരിക്കുകയാണ്. BJPക്ക് 4 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യൂസ് ഇന്ത്യ സർവേ റിസൾട്ട് November 5 പുറത്തു വന്നത് പ്രകാരമാണെങ്കിൽ CPIM 53 സീറ്റുകൾ, അതായത് LDF ടോട്ടലായിട്ട് 53 സീറ്റുകൾ പറയുന്നു. CPIM പ്ലസ് INC പ്ലസിന് 83 സീറ്റുകൾ പറയുന്നു. BJP പ്ലസിന് 4 സീറ്റുകളാണ് ടോട്ടലായിട്ട് പറയുന്നത് എന്ന് പറയുന്നത്. അതായത് INC അധികാരത്തിൽ വരുമെന്നാണ് ഈ സർവേ അടിസ്ഥാനമാക്കി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് വിപരീതമായി മറ്റൊരു സർവേ റിസൾട്ട് വന്നിരിക്കുന്നത്
ധരോഹർ വോയിസ് സർവേ റിസൾട്ട്. ഇത് നവംബർ 11 വന്നിട്ടുള്ള ആ ഒരു റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഈ രണ്ട് സർവേകളും ലേറ്റസ്റ്റ് ആയിട്ട് ഈ മാസം വന്ന സർവേയാണ്. ഇതിൽ CPIM പ്ലസിന് പറയുന്നത് 72 സീറ്റുകൾ അവർ പറയുന്നു, INC പ്ലസിന് 64 സീറ്റുകൾ പറയുന്നു, എന്നാൽ BJPക്ക് 2 സീറ്റുകളാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും LDF ഭരണത്തിൽ വരുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത്. INC തൊട്ടു പിന്നിൽ 64 സീറ്റുകളുമായിട്ട് തൊട്ടു പിന്നിൽ എന്നുള്ള തരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് സർവേയും രണ്ട് തരത്തിലാണ് പറയുന്നത്. ന്യൂസ് ഇന്ത്യ പറയുന്നു INC ഭരണത്തിൽ വരും 83 സീറ്റുകളോടെ, LDFന് 53 സീറ്റുകളും BJPക്ക് 4 സീറ്റുകളെന്നും. അതേസമയം രണ്ടാമത് വന്ന സർവേ പറയുന്നു, ധരോഹർ വോയിസ് സർവേ പറയുന്നു 72 സീറ്റുകളുമായിട്ട് LDF അധികാരത്തിൽ വരുമെന്നും INCക്ക് 64 സീറ്റുകളെന്നും BJPക്ക് 2 സീറ്റുകളും എന്നുള്ള കണക്കിലാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഒരു തൂക്കുസഭ പോലും വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് എടുത്തു പറയേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ ചിലപ്പോൾ മാറി പറയാം. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ രണ്ട് സർവേയും പറയുന്നു. ഒരെണ്ണത്തിൽ 4 സീറ്റുകൾ എന്ന് പറയുന്നു, ഒരെണ്ണത്തിൽ 2 സീറ്റുകൾ എന്ന് പറയുന്നു. ചിലപ്പോൾ അതിലുപരി കിട്ടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം. അതോടൊപ്പം തന്നെ ഒരെണ്ണത്തിൽ INC അധികാരത്തിൽ വരുമെന്ന് പറയുന്നു, മറ്റേതിൽ പറയുന്നു LDF അധികാരത്തിൽ വീണ്ടും വരുമെന്ന് പറയുന്നു. എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുമെന്ന് രണ്ട് സർവേകളും വ്യക്തമാക്കുന്നു. LDFന്റെ കാര്യത്തിൽ കുറവ് സംഭവിക്കുമെന്ന് രണ്ട് സർവേകളും വ്യക്തമാക്കുന്നു. അതായത് ഈ പറയുന്ന തരത്തിൽ ഒരു സർവേ പറയുന്നത് 72 സീറ്റുകളാണ് പറയുന്നത്, എന്നാൽ മറ്റേ സർവേ 53 സീറ്റുകൾ എന്ന് പറയുന്നു. അതായത് 80-നപ്പുറം എന്തായാലും പോകത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ നേടിയ ഒരു തരംഗം എന്തായാലും ഇത്തവണ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് രണ്ട് സർവേകളും പറയുന്നത്. അതേസമയം INCക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അത് ഒരുപക്ഷെ അധികാരത്തിൽ എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം, അതല്ലെങ്കിൽ ഒരു തൂക്കുസഭയിലോട്ട് നീങ്ങുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാമെന്നും രണ്ട് സർവേയും വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ 2-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടാം, അതല്ലെങ്കിൽ ചിലപ്പോൾ 5-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടാമെന്നുള്ള തരത്തിൽ വരെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എന്തുതരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും പല അട്ടിമറികളും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് LDFിലേക്ക് ചായുമോ അതല്ല UDFിലേക്ക് ചായുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഒരു സർവേ, അതായത് ന്യൂസ് ഇന്ത്യ അടിസ്ഥാനമാക്കിയാണെങ്കിൽ LDF തരിപ്പണമാകുന്ന തരത്തിലോട്ടല്ല, പക്ഷേ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് 53 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് പറയുന്നത്. അതേസമയം UDFിനാണെങ്കിൽ 80 സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നും ആ സർവേ പറയുന്നു. അതേസമയം രണ്ടാമത്തെ സർവേയിലാണെങ്കിൽ LDFന് ഭരണം കിട്ടും, 72 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അവിടെയും UDF 64 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് തൊട്ടു പിന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടത്തുമെന്നും പറയുന്നു. ഇത് രണ്ടിലും BJPക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഒന്നിൽ 4 സീറ്റുകളും ഒന്നിൽ 2 സീറ്റുകൾ എന്നുള്ള തരത്തിലും പറയുന്നു. സോ കാത്തിരുന്നതിന്റെ കാരണം എന്തുതരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്, സർവേ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് കേരളത്തിൽ ഉണ്ടാകുമോ 2026 എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇനിയും കുറച്ച് നാളുകൾ ബാക്കിയുണ്ട്. ഇതിനുള്ളിൽ എന്തുതരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം മാസങ്ങൾ മാത്രം മതി എന്തുതരം മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ കാത്തിരിക്കണം, എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തിൽ ഒരു പുതിയ ഭരണം ഉണ്ടാകുമോ അതല്ല ഒരു ഭരണ തുടർച്ചയുണ്ടാകുമോ, ഒരു മൂന്നാം മുന്നണി വലിയ ശക്തിയായിട്ട് കേരളത്തിൽ മാറി മറിയുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം.